നമുക്കൊരു പെട്ടെന്നൊരു റാപ്പിഡ് ഫയർ ഇപ്പം സംഭവം എന്താ വെച്ചാല് ആദ്യമേ ആരാണോ കൈവെക്കുന്നത് അവർ പറയണം വിത്തിൻ 5 seconds. പറ്റത്തില്ല, പെട്ടെന്ന് ചെയ്യണം. കാരണം നമ്മൾ ഈ മൂവിയിലും ടൈമിനെ കുറച്ച് ഇത് കൊടുക്കുന്നുണ്ട്, നമ്മളും ക്വസ്റ്റ്യൻസും ടൈമിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ, സംഭവം ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാ. ഡയറക്ടർ ശരിക്കും ഇവരെ കൊണ്ട് ചെയ്യിക്കാറാണ് കൂടുതലും, നമ്മളെ കൊണ്ട് ചെയ്യിക്കാറില്ല ആരും. വേണമെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കാം. ഇത്ര ഓടിച്ച് പാവം ഇത്ര കഷ്ടപ്പെടുത്തി പൊടിയടിപ്പിച്ച് ഗെയിം കളിപ്പിക്കണോ വേണ്ടയോ? ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മൾ ആദ്യത്തെ ചോദ്യം ഞാൻ പറയും, അതിന് ആൻസർ തരിക. വിത്തിൻ 3 ആൻസേഴ്സ് വേണം, വിത്തിൻ 5 seconds. റെഡി? അയ്യോ, ടൈമർ അങ്ങനെയൊന്നുമില്ല. 3 പേര് ആരാ ഫസ്റ്റ് കൈ പൊക്കുന്നതെന്ന് നോക്കണം. നമുക്ക് അതാണ് കോമ്പറ്റീഷൻ, ഇവിടെയും കോമ്പറ്റീഷൻ. റെഡി? ഭയങ്കര സിമ്പിളാ, വേറെ ഒന്നുമില്ല. ഫേവറേറ്റ് മൂവി? 3 3 പറയണം. 1 2 ജോസഫ് മാമാങ്കം. അപ്പൊ പുഷ്പ 4 പറഞ്ഞില്ലേ? 3 കൂടി അഡീഷണൽ പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതാ. നിങ്ങൾ ഇന്ന് കുറച്ച് ഡയറക്ടർ ഭയങ്കര ഹൈപ്പാ. ബാക്കി പറയട്ടെ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫേവറേറ്റ് കളർ? 1 ബ്ലാക്ക് വൈറ്റ് ബ്ലൂ. കൈ വെക്കണം. 1 2 പറഞ്ഞു. നെക്സ്റ്റ് ബ്ലാക്ക് വൈറ്റ് ബ്ലൂ. ഇനി ഡയറക്ടർ ഒരു മിനിറ്റ്, അങ്ങനെ പറയണം, അതാണ് അങ്ങനെ വേണം. ശിഷ്യന്മാർ പറയൂ. ഡയറക്ടർ ഭയങ്കര ആവേശം. ഓക്കെ, നിങ്ങൾ പറഞ്ഞിരിക്കണം, നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം. ഫേവറേറ്റ് പ്ലേസ്? 1 ഫേവറേറ്റ് പ്ലേസ് 1 2 കൈവക്കണം ആദ്യം. സ്വിറ്റ്സർലൻഡ്, US, കേരള. ഞാൻ ഇവിടെയൊക്കെ സ്വിറ്റ്സർലൻഡ്, US, കേരള. മുംബൈ ഇഷ്ടമുണ്ട്. മുംബൈ എനിക്ക് ഭയങ്കര ഇഷ്ടം. മുംബൈ അതെനിക്കറിയാം. എന്തറിയാം, മുംബൈ മേരാ ജാനേ എന്ന് എപ്പോഴും പറയാറുണ്ട്. മുംബൈ ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. അത് ചൂസ് ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം എന്റെ മലയാളത്തിലേക്കാളും ശ്രുതിയുടെ വീട് അവിടെയാണ്. അപ്പൊ അവിടെ എന്നാരും റെക്കഗ്നൈസ് ചെയ്യില്ല. ഇറങ്ങി എവിടെ വേണമെങ്കിലും നടക്കാം, ഭയങ്കര രസമാണ്. ഈവനിങ് ഒക്കെ ചുമ്മാ വാക്കിനൊക്കെ പോകാൻ ഭയങ്കര രസം. അങ്ങനെ ട്രാവൽ ഒക്കെ ചെയ്യാൻ, അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സൺ അല്ലേ? പിന്നെ നമ്മള് ഒരു പ്രൈവസിയും ഇതൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ നമുക്ക് അത്രയും അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇറങ്ങി നടക്കുന്നുണ്ട്, എന്നാലും നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കുമല്ലോ. അവിടെ കോൺഷ്യസ്നെസിന്റെ ആവശ്യമില്ല. എന്നാലും മലയാളികൾ പരിചയപ്പെടാറുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ വളരെ കുറവാണ്. അതൊരു രസമല്ലേ? ഓക്കെ, അടുത്ത ഫേവറേറ്റ് സ്റ്റൈൽ? 1 ഫേവറേറ്റ് സ്റ്റൈലോ? ഫേവറേറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സ്റ്റൈൽ പറയാൻ പറ്റും? എനിക്കറിയില്ല, പറയൂ. കുട്ടി കൈ നോക്കിയിട്ട് ഉത്തരം പറയൂ. ഞാൻ ചോദിച്ചു പറഞ്ഞുവിടുന്ന ടീഷർട്ട്സും മിനിമൽ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് എനിക്ക് എപ്പോഴും താല്പര്യം. അതെ, ഇന്റർവ്യൂസിനൊക്കെ വന്നിരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മിനിമൽ ആയിട്ട് നടക്കാനാണ്. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി, പൊറോട്ട, പിന്നെ മന്തി പറഞ്ഞു, കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും പൊറോട്ട, നല്ല പഴംപൊരി, ഉഴുന്നോട, ചൂടുള്ള പഴംപൊരി, പഴംപൊരിയും ബീഫും. ബീഫ്, പഴംപൊരിയും ബീഫും. പോർക്ക്. ഈ റാപ്പിഡ് ഫയറിൽ നിങ്ങൾ ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്, പിന്നെ കൺഫ്യൂഷൻ എടുക്കുന്നുണ്ട്. ഒന്നും ഉണ്ടായില്ല, ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയാ, സ്ലോ ഡൗൺ ചെയ്താ. പിന്നെ ഡയറക്ടർ ഭയങ്കര ഫാസ്റ്റ്. എന്റെ ഡയറക്ടറെ പിന്നെ ഞാനിവിടെ നിർത്തി. നിങ്ങൾ ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഡൗൺ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ മൂവിയിലും നമുക്ക് ലാഗ് അടിപ്പിക്കോ ഡൗൺ അടിപ്പിക്കോ അങ്ങനെ വല്ലതും ഫുൾ എന്റർടൈൻമെന്റ് അടിച്ചു? അതേ പറഞ്ഞല്ലോ, ഡയറക്ടർ ഫാസ്റ്റ് ആണെന്ന്. അപ്പൊ ഒരിക്കലും ഇവരെ കൊണ്ട് ലാഗ് അടിപ്പിക്കില്ലല്ലോ. ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ലാഗ് അടിപ്പിക്കില്ല. അതായത് എന്റെ തലപ്പത്തിരിക്കുന്ന ആള് ലാഗ് അടിപ്പിച്ചാലാണ്
ബാക്കിയുള്ളവർക്ക് ലാഗ് അടിപ്പിക്കുള്ളൂ. അതിന്റെ അർത്ഥം കുട്ടി ഇവിടെ ഇരുന്ന് ഞങ്ങളെ ലാഗ് അടിപ്പിക്കുന്നുണ്ടെന്നാണ് അടുപ്പിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഡയറക്ടർ അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ മൂവി ലാഗ് അടിപ്പിക്കുന്നു.